ഒരു മിനിറ്റ് ഫ്രണ്ട്സ്, ആരും വീഡിയോ സ്ക്രോൾ ചെയ്യില്ലേ, ഇതൊന്ന് കണ്ടുനോക്കി. ഇതങ്ങ് ബീഹാറിലോ യു പിയിലോ നടക്കണമല്ല, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സ്ഥിതിയാണിത്. കണ്ടുനോക്കി. എല്ലാവരും ഉറങ്ങായിരുന്നു. ഡോക്ടർ, നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാവരും ഉറക്കമായിരുന്നു. അവർക്ക് ഉറക്കം പോയതിൻ്റെ ഒരു ദേഷ്യം പോലെ ആയിരുന്നു കാണിച്ചത്. എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. ടൂ വീലറിലാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ ഇങ്ങനെ ഇത്രയും സീരിയസ് ആയ ഒരു പേഷ്യൻറ്റിനെ ടൂ വീലറിലാണോ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു. സാധാരണ എല്ലായിടവും പറയുന്നത് എങ്ങനെയെങ്കിലും കൊണ്ട് എത്തിച്ചല്ലോ എന്നാണ്. ഈ ഹോസ്പിറ്റലിൽ ഇനി ആരും കൊണ്ടുപോകരുത്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആരും കൊണ്ടുപോകരുത്. കാരണം അവിടെ ഒരു സംവിധാനങ്ങളും ഇല്ല, അല്ലെങ്കിൽ തന്നെ നിൽക്കുന്നവർക്ക് അതിനുള്ള കാര്യപ്രാപ്തിയും ഇല്ല. ഉണ്ടെങ്കിൽ ആദ്യം ഒരാളുടെ ജീവൻ രക്ഷിക്കാനല്ലേ ആദ്യം നോക്കേണ്ടത്. ഒരു മിനിറ്റ് പോലും ഒരു ജീവൻ്റെ ഇത് വിലപ്പെട്ടതല്ലേ. അകത്ത് കൊണ്ടുപോയിട്ട് ഇവർ സോഡിയം കുറഞ്ഞതാണോ കാൽസ്യം കുറഞ്ഞതാണോ എന്നിങ്ങനെ സംസാരിക്കുന്നതല്ല, അതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാനാ പറയുന്ന ഡോക്ടർ, ഞാൻ മെനഞ്ഞാന്ന് കൊണ്ടുവന്നതാണ്, ഒന്ന് ആവി കൊടുക്കാവോ എന്ന്. അപ്പോൾ വെറുതെ ഇങ്ങനെ സ്വിച്ചിട്ട് തന്നു. ആ ആവിയുടെ കൂടെ ഒരു ഓക്സിജനും കൂടെ കൊടുക്കണം എന്ന് അവർക്കറിയില്ല. അത് ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഓക്സിജൻ തരുന്നത്. ശ്വാസതടസ്സം ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്ക് ഓക്സിജന്റെ അളവ് തീരെ കുറവാണെന്നും അതിന് ഓക്സിജൻ കൊടുക്കണമെന്ന് ഇവർക്കറിയില്ല. എങ്ങനെയാ പിന്നെ ആരോഗ്യരംഗത്ത് ഇങ്ങനെ നിൽക്കുന്നത്? ഒരു ഡോക്ടർ, നൈറ്റ് ഡ്യൂട്ടിക്ക് ഇടുന്ന ഒരു ഡോക്ടറിന് എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനുള്ള കാര്യപ്രാപ്തി വേണ്ടേ?